നമസ്കാരം. ലോക പ്രതിരോധ വിപണിയിൽ ഇന്ത്യയുടെ ഗാംഭീര്യം വിളിച്ചോതുന്ന ഒരു വാർത്തയിലേക്കാണ് നാം നോക്കുന്നത്. ആഗോള ആയുധ കച്ചവടത്തിൽ ചൈനയ്ക്കേറ്റ കനത്ത തിരിച്ചടിയും ഇന്ത്യയുടെ കുതിച്ചുചാട്ടവും ഇന്ന് ലോകം ചർച്ച ചെയ്യുകയാണ്. ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കോയുടെ സൈനിക പരീക്ഷണങ്ങളിൽ ചൈനയുടെ അതിശക്തമെന്ന് അവകാശപ്പെട്ട ടൈപ്പ് 08 ആർമേഡ് വാഹനത്തെ നിലംപരിശാക്കി ഇന്ത്യയുടെ വീൽഡ് ആർമേഡ് പ്ലാറ്റ്ഫോം വിജയഭേരി മുഴക്കിയിരിക്കുകയാണ്. കേവലം ഒരു പരീക്ഷണമല്ല ഇത്. ലോകത്തിനു മുന്നിൽ ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങളുടെ മേന്മ തെളിയിക്കുന്ന പോരാട്ടമായിരുന്നു ഇത്. മൊറോക്കൻ സൈന്യം തങ്ങളുടെ ആധുനിക സേനയ്ക്കായി ഒരു ആർമേഡ് വാഹനത്തെ തിരയുകയായിരുന്നു. അവിടെ ഏറ്റുമുട്ടിയത് ലോക ശക്തികളായ ചൈനയും ഇന്ത്യയുമാണ്. ചൈന തങ്ങളുടെ ഏറ്റവും മികച്ച മോഡലായ ടൈപ്പ് 08 അവിടെ അവതരിപ്പിച്ചു. എന്നാൽ സഹാറ മരുഭൂമിയിലെ കൊടും ചൂടിലും ദുർഘടമായ പാതകളിലും ചൈനീസ് വാഹനങ്ങൾ കിതച്ചുപോയി. ഇതിനിടയിലാണ് ടാറ്റയും DRDOയും ചേർന്ന് വികസിപ്പിച്ച ടാറ്റ കെസ്ട്രൽ അഥവാ WHAP രംഗപ്രവേശനം ചെയ്യുന്നത്. ലഡാക്കിലെ കൊടും തണുപ്പിലും മരുഭൂമിയിലെ ചുട്ടുപൊള്ളുന്ന മണലിലും പയറ്റിത്തെളിഞ്ഞ ഇന്ത്യൻ കരുത്ത് മൊറോക്കോയുടെ മണ്ണിലും വിസ്മയം തീർത്തു. ചൈനീസ് ആയുധങ്ങൾ പലപ്പോഴും പരാജയപ്പെടുന്ന വിശ്വാസ്യതയുടെ കാര്യത്തിൽ ഇന്ത്യയുടെ വീൽഡ് ആർമേഡ് പ്ലാറ്റ്ഫോം 100% വിജയം കൈവരിച്ചു. ഈ ഉജ്ജ്വല പ്രകടനമാണ് 150ഓളം വാഹനങ്ങൾ നിർമ്മിക്കാനുള്ള വമ്പൻ കരാർ ഇന്ത്യക്ക് ലഭിക്കാൻ കാരണമായത്. എന്തുകൊണ്ടാണ് വീൽഡ് ആർമേഡ് പ്ലാറ്റ്ഫോം ഇത്രയും മികച്ചതാകുന്നത്? ഇത് വെറുമൊരു വാഹനമല്ല, ഒരു യുദ്ധക്കളത്തിലെ അത്ഭുതമാണ്. കരയിലൂടെ മണിക്കൂറിൽ 100 കിലോമീറ്ററിലധികം വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഇതിന് വെള്ളത്തിലൂടെയും നിഷ്പ്രയാസം നീങ്ങാൻ സാധിക്കും. മൈൻ സ്ഫോടനങ്ങളെയും കനത്ത വെടിവെപ്പിനെയും പ്രതിരോധിക്കാൻ ശേഷിയുള്ള അത്യാധുനിക കവചമാണ് ഇതിനുള്ളത്. ശത്രുവിൻ്റെ ടാങ്കുകളെ വരെ തകർക്കാൻ ശേഷിയുള്ള 30mm കാനൺ, ആൻറ്റി ടാങ്ക് മിസൈലുകൾ എന്നിവ ഇതിൽ ഘടിപ്പിക്കാം. വെറുമൊരു കയറ്റുമതി മാത്രമല്ല, മൊറോക്കോയിൽ തന്നെ ഫാക്ടറി സ്ഥാപിച്ച് അവിടെ വാഹനങ്ങൾ നിർമ്മിച്ചു നൽകുന്ന രീതിയിലാണ് ഈ കരാർ. ഒരു ഇന്ത്യൻ സ്വകാര്യ കമ്പനി വിദേശത്ത് ആരംഭിക്കുന്ന ഏറ്റവും വലിയ പ്രതിരോധ നിർമ്മാണ യൂണിറ്റാവും ഇത്. കുറഞ്ഞ വിലയിൽ ആയുധങ്ങൾ വിറ്റ് ലോകം കീഴടക്കാമെന്ന ചൈനയുടെ വ്യാമോഹത്തിനേറ്റ തിരിച്ചടിയാണിത്. ചൈനീസ് ആയുധങ്ങളുടെ ക്വാളിറ്റിയെക്കുറിച്ച് ലോകരാജ്യങ്ങൾക്കിടയിൽ പണ്ടേ സംശയമുണ്ടായിരുന്നു. മൊറോക്കോയിലെ പരീക്ഷണം ആ സംശയം അടിവരയിട്ടുറപ്പിച്ചു. ചൈനീസ് ടെക്നോളജിയേക്കാൾ സുരക്ഷിതവും വിശ്വസനീയവും കരുത്തുറ്റതുമാണ് ഇന്ത്യൻ ടെക്നോളജിയെന്ന് ഇതിലൂടെ ലോകത്തിന് മനസ്സിലായി. ആത്മനിർഭർ ഭാരത് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന കാഴ്ചയാണിത്. ഇന്ന് മൊറോക്കോ ആണെങ്കിൽ നാളെ അത് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും വ്യാപിക്കും. ഗ്രീസ് അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ തന്നെ ഇന്ത്യൻ നിർമ്മിത വീൽഡ് ആർമേഡ് പ്ലാറ്റ്ഫോമിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ചൈനീസ് വ്യാജ നിർമ്മിതികളെ തകർത്ത് മേക്ക് ഇൻ ഇന്ത്യ മുദ്രയുള്ള ആയുധങ്ങൾ ലോകം ഭരിക്കാൻ ഒരുങ്ങുകയാണ്. ഭാരതത്തിൻ്റെ പ്രതിരോധ കരുത്തിന് ഇതൊരു പുതിയ ഉദയമാണ്. ജയ് ഹിന്ദ്.